ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നാക്കുമ്പോൾ അവിടെയുള്ള പഴങ്ങളെല്ലാം പറിച്ചു നിന്ന് അങ്ങനെ ജീവിക്കുവാനായിട്ടല്ല, അവിടെ വേല ചെയ്യുവാനും തോട്ടത്തെ കാക്കുവാനും വേണ്ടിയിട്ടാണ് ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചാക്കിയത്. വേല ചെയ്യുക എന്നുള്ളത് ദൈവം കൊടുത്ത ഒരു കൽപ്പനയാണ്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും അത് ആരോഗ്യം ഉളവാക്കുന്ന ഒന്നാണ്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ വേല ചെയ്യാത്തവൻ തിന്നരുത് എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ വേല ചെയ്യുമ്പോൾ അത് പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള വേലകളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കമ്പനികളിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ അടുത്ത നാളുകളിൽ നമ്മൾ ലഫ്റ്റനന്റ് സമൂവൽ കമലേശൻ എന്ന് പറയുന്ന ഒരു പട്ടാള ഓഫീസറെ ഇന്ത്യൻ പട്ടാളം പിരിച്ചുവിടുകയുണ്ടായി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് ഫയൽ ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ വാദം അംഗീകരിക്കപ്പെട്ടില്ല. കോടതി ആ പട്ടാള സൈന്യത്തിന്റെ നടപടി തികച്ചും ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ പിരിച്ചുവിടൽ ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തായിരുന്നു ഇതിന്റെ കാര്യകാരണങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റെജിമെന്റ് പരേഡിന്റെ ഭാഗമായി റെജിമെന്റ് ക്ഷേത്രത്തിന്റെ അകത്ത് ശ്രീകോവിലിൽ പ്രവേശിക്കാനും പൂജയിൽ പങ്കെടുക്കുവാനും മേലുദ്യോഗസ്ഥൻ നൽകിയ ഉത്തരവ് അദ്ദേഹം അനുസരിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ കോടതിയിൽ കമലേശൻ പറഞ്ഞ കാര്യം താൻ ഏകദൈവ വിശ്വാസിയായ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയാണെന്നും വിഗ്രഹാരാധന തന്റെ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ സൈന്യം ഇത് അച്ചടക്ക ലംഘനമാണെന്നും യൂണിറ്റിന്റെ ഐക്യത്തെ തകർക്കുന്ന ഗുരുതരമായ ലംഘനമാണെന്നും സൈന്യം വിലയിരുത്തുകയുണ്ടായി. ഈ ലഫ്റ്റനന്റ് സമൂവൽ കമലേശൻ അദ്ദേഹം 10 JKRIF 10th ബറ്റാലിയൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾ റെജിമെന്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. 2017 മാർച്ചിൽ ലഫ്റ്റനന്റായി ഇന്ത്യൻ ആർമിയിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്തു. 2021 മാർച്ചിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടതിനാൽ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിക്കുകയില്ല. ഈ നടപടിക്കെതിരെയാണ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും കേസ് ഫയൽ ചെയ്യുകയുണ്ടായത്. എന്നാൽ 2021 നവംബറിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ പിരിച്ചുവിടൽ ശരിവെക്കുന്നതായിട്ട് വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യൻ പട്ടാളം, നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു പട്ടാളമാണ് ഇന്ത്യൻ പട്ടാളം. ഒരു സൈനികൻ ഇന്ത്യൻ പട്ടാളത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവൻ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും ഞാൻ കൂറ് പുലർത്തുമെന്നും ഭാരത സർക്കാരിന്റെ കൽപ്പനകൾ ഞാൻ വിശ്വസ്തയോടെ അനുസരിക്കുമെന്നും എനിക്ക് കൽപ്പന നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഞാൻ അനുസരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു എന്ന ഒരു പ്രതിജ്ഞയുമായിട്ടാണ് അവൻ സൈന്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവുകളെ അനുസരിക്കുവാൻ ഓരോ പട്ടാളക്കാരനും ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ അത് സൈന്യത്തിന്റെ അച്ചടക്ക നടപടിയെ ബാധിക്കുവാൻ കാരണമായിട്ട് തീരും. ഇന്ത്യൻ പട്ടാളത്തിലെ പല ആചാരങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിന്റെ തുടർച്ചയായിട്ട് വന്നു ചേർന്നതാണ്. ചില ഗോത്രങ്ങളിൽ നിന്നും ചില സമുദായങ്ങളിൽ നിന്നും ഇപ്പോഴും പ്രത്യേക നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഗോത്ര ആചാരങ്ങളുടെ ഭാഗമായി അവരുടെ ചില ഗുണങ്ങൾ പട്ടാളത്തിന് പ്രയോജനകരമാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും സൈന്യം ആ രീതി പിന്തുടർന്നു വരുന്നത്. സിഖ്, ജാട്ട്, ഗൂർഖ തുടങ്ങിയ സമുദായങ്ങളെ കേന്ദ്രീകരിച്ചാണ് അങ്ങനെ കേന്ദ്രീകരിച്ച് സൈന്യങ്ങളെ തിരഞ്ഞെടുക്കുന്ന പല റെജിമെന്റുകൾ ഇപ്പോഴും സൈന്യത്തിൽ നിലവിലുണ്ട്. ലഫ്റ്റനന്റ് കേണൽ സമൂവൽ എന്ന ഓഫീസർ പട്ടാള ക്ഷേത്രത്തിൽ പൂജ നടത്തുമായിരുന്ന അദ്ദേഹത്തിന്റെ മതവിശ്വാസം അനുസരിച്ച് തികച്ചും ശരിയായ ഒന്ന് തന്നെയാണ്. ഇന്ത്യൻ സൈന്യം എല്ലാ സൈനികരുടെയും മതപരമായ സ്വാതന്ത്ര്യത്തെയും വിശ്വാസങ്ങളെയും മാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പട്ടാളമാണ്. കേണൽ സമൂവലിന് തന്റെ വ്യക്തിപരമായ മതപരമായ വിശ്വാസങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ പിരിച്ചുവിടലിന് ശരിവെക്കുവാൻ ഇടയായിട്ട് തീർന്നത്? തന്റെ മതവിശ്വാസം അനുസരിച്ച് പൂജയിൽ പങ്കെടുക്കാതിരിക്കാൻ സമൂവലിന് അവകാശമുണ്ട്. എന്നാൽ ആ ചടങ്ങ് റെജിമെന്റിന്റെ ഭാഗമായിരിക്കുമ്പോൾ അത് നടത്താൻ മറ്റൊരു ഓഫീസറെ ചുമതലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും ഔദ്യോഗികമായി വിട്ടുനിൽക്കുകയോ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ആ യൂണിറ്റിന്റെ അച്ചടക്കത്തെ അത് ബാധിക്കുകയും ഇന്ത്യൻ പട്ടാളത്തിന്റെ
ആ സൈന്യത്തിൽ വെച്ചിരിക്കുന്ന അച്ചടക്ക നടപടി അത് ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കപ്പെടുകയും ചെയ്യും. ശമൂവേലിന്റെ വാദം ആർട്ടിക്കിൾ 25 ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. താൻ പൂജയിൽ പങ്കെടുക്കാതിരുന്നത് ശരിയായ കാര്യമെന്നായിരുന്നു അദ്ദേഹം കോടതിയിൽ വാദിച്ചത്. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുവാനും ആ മതത്തെ പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 25. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതില്ല എങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഭരണപരമായ ഉത്തരവുകൾ അനുസരിക്കുവാൻ ഓരോ സൈനികനും ബാധ്യസ്ഥനാണ് എന്നുള്ളത് മാറ്റമില്ലാത്ത ഒരു ക്രമീകരണമായിട്ട് തുറന്നു വരുന്ന ഒന്നാണ്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം അനുസരിക്കാതിരിക്കുകയും സൈനിക അച്ചടക്കം ലംഘിക്കുകയും ചെയ്തു എന്നതിനാലാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കൊലോസ് ലേഖനം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ. 1 പത്രോസ് 2-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിൽ, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കീഴടങ്ങിയിരിക്കുവിൻ. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകി എന്ന് വെച്ചിട്ട് ആ സ്വാതന്ത്ര്യം ഒരു ദുഷ്ടതയ്ക്ക് മറയാക്കുവാൻ പാടുള്ളതല്ല, മിസ്യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. പൂജ ചെയ്യാനോ മന്ത്രം ചെയ്യാനോ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് മേലധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് ഒരു ദൈവകൽപ്പനയാണ്. ഇങ്ങനെ നാം ചെയ്യുമ്പോൾ നാം നമ്മുടെ പ്രവൃത്തിയിലൂടെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏകദേശം പ്രൈവറ്റ് ആയിട്ടുള്ള 4-5 കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ. PVC പൈപ്പ് കമ്പനിയിലും വാട്ടർ ടാങ്ക് കമ്പനിയിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കീഴിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പോയ ഒരു കമ്പനികളിലും ഞാൻ ഒരു പ്രൊമിസറി നോട്ടോ ചെക്കോ കൊടുക്കേണ്ടായില്ല. ഞാൻ ചെല്ലുന്ന കമ്പനികളിൽ അവർ എന്നോട് ചെക്കും പ്രൊമിസറി നോട്ടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറയും, ഞാൻ ചെക്കും പ്രൊമിസറി നോട്ടും തരികയില്ല. അതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് എൻ്റെ മാത്രം വ്യക്തിപരമായ ഒരു കാര്യമാണ്. അത് മറ്റുള്ളവർ അത് അംഗീകരിക്കാനോ അത് ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഞാൻ ആദ്യം ജോലി ചെയ്ത കമ്പനിയിൽ 5 വർഷം ജോലി ചെയ്തു. അവിടുന്ന് പോകുന്നതിന് ശേഷം മറ്റ് കമ്പനികളിൽ ജോലി ചെയ്തപ്പോൾ ഒരു കമ്പനിയിൽ ഞാൻ ചെന്നപ്പോൾ അവരെന്നോട് ചെക്കും പ്രൊമിസറി നോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മുൻപ് ജോലി ചെയ്ത കമ്പനിയിൽ നിങ്ങൾ അന്വേഷിക്കുക, ഞാൻ അവിടെ കമ്പനിക്ക് നാശനഷ്ടം വരുത്തിയിട്ടുണ്ടോ, കിട്ടാക്കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും കമ്പനിക്ക് ദോഷകരമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. എനിക്ക് എൻ്റെ ചില വ്യക്തിപരമായ തീരുമാനത്താലും വിശ്വാസത്താലും ഞാൻ ചെക്കും പ്രൊമിസറി നോട്ടും തരികയില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഈ കമ്പനിക്ക് ഒരു റൂളുണ്ട്, ഈ കമ്പനിയിൽ 10-12 റെപ്പുമാർ വർക്ക് ചെയ്യുന്നുണ്ട്, 10-12 വണ്ടികൾ ഓടുന്നുണ്ട്, അവിടുത്തെ ഡ്രൈവർമാര്, ജോലിക്കാര്, ഓഫീസ് സ്റ്റാഫുകൾ, അങ്ങനെ അനവധിയായ ആളുകളെല്ലാം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരോടെല്ലാം ഞങ്ങൾ ചെക്കും പ്രൊമിസറി നോട്ടും വാങ്ങിയിട്ടാണ് ഇവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിനക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഇത് തരുവാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാൻ കഴിയുകയില്ലല്ലോ, ചെക്കും പ്രോമിസറി നോട്ടും തരാതെ നിങ്ങൾ എന്ത് വന്നാലും എന്നെ കമ്പനിയിൽ എടുക്കണം എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം കമ്പനിക്ക് കാശ് മുടക്കിയതും കമ്പനി നടത്തുന്നത് അവരല്ലേ. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം, ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് എനിക്ക് പറയാം. ഞാൻ അങ്ങനെ ആ കമ്പനിക്കാരോട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ചെക്കും പ്രോമിസറി നോട്ടും തന്നിട്ട് ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും. ഏകദേശം 1 മാസത്തോളം ജോലി ഇല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് വീണ്ടും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് വീണ്ടും കോൾ വന്നു. ശരി, ഒരു കാര്യം ചെയ്തോ, ചെക്കും പ്രൊമിസറി നോട്ടും തരണ്ട, ഞങ്ങളുടെ മറ്റൊരു കമ്പനി പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ സെയിൽസ് മാനേജറായിട്ട് നീ വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പാലക്കാടുള്ള കമ്പനിയിൽ 8 മാസത്തോളം സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇതൊക്കെ അന്വേഷിക്കാവുന്നതാണ്. തുടർന്ന് എൻ്റെ വ്യക്തിപരമായ മറ്റു ചില കാരണങ്ങളാൽ ഞാൻ ആ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചു പോകുന്നു. അതിനുശേഷം ഞാൻ കമ്പനികളിലൊന്നും വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കമ്പനികളുടെ റൂളുകളെ മാറ്റിമറിക്കുവാനോ ഇന്ത്യ ഗവൺമെന്റിന്റെ പട്ടാളത്തിന്റെ അച്ചടക്ക ലംഘനത്തെ മാറ്റിമറിക്കുവാനോ നമുക്ക് അവകാശമില്ല. ഓരോ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ റൂളുകളുണ്ട്. ഓരോ ഭരണാധികാരികളും നമ്മുടെ മേലെ ഇരുന്ന് നമ്മുടെ ഭരണം നടത്തുമ്പോൾ നാം അവർക്ക് കീഴ്പ്പെടേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ശാന്തന്മാർക്കും നല്ലവർക്കും മാത്രമല്ല മൂർഖന്മാർക്ക് കൂടി കീഴടങ്ങിയിരിക്കണം. ചില ആളുകൾ ഭയങ്കര പാമ്പിനെ പോലെ ചീറ്റുകയും കാറുകയും ഫയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും കൂടി കീഴടങ്ങിയിരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ നാം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രവൃത്തിയിലൂടെ നാം അറിയിക്കുകയാണ്. വേല ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ അത് വിശ്വസ്തയോടെ വേല ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം എവിടെയായിരുന്നാലും, നാം ഇന്ത്യയിലായിരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആ രീതികൾക്കനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് വിശ്വസ്തയോടെ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും
നമ്മുടെ ഭരണാധികാരികളുടെ അവരാക്കി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതൊക്കെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നാം എവിടെയായിരുന്നാലും വിശ്വസ്തയുടെയും ഉത്തരവാദിത്വത്തോടെയും ജോലി ചെയ്ത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കടുന്ന വചന കേൾവി സഹായകരമായി തീരുമാറാകട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. വചന കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തിട്ടുള്ള അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ.